കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ആനന്ദത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെഫനിയാ പ്രവാചകൻ സന്തോഷിക്കുവാനുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും സന്തോഷത്തിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യത്തെ 3 കാരണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ രത്നച്ചുരുക്കം എങ്ങനെയാണ്? പ്രവാചകൻ പറയുന്നു, സിയോൻ പുത്രി ആനന്ദഗാനമാലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം. സിയോൻ പുത്രി ആനന്ദഗാനമാലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി സന്തോഷിച്ചുല്ലസിക്കുക. പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കുവാനുള്ള ഒന്നാമത്തെ കാരണമായി പ്രവാചകൻ പറഞ്ഞത്, നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിനക്കെതിരെയുള്ള ശിക്ഷാവിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. അത് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. എന്തായിരുന്നു ജനത്തിനെതിരെയുള്ള ശിക്ഷാവിധി? പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന മനുഷ്യൻ ശിക്ഷ അനുഭവിക്കണം. ആദോ ഹവയും ശിക്ഷിക്കപ്പെട്ടതിന്റെ കാരണവും അതുതന്നെയായിരുന്നു, അവരുടെ പാപമായിരുന്നു. അപ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യൻ ശിക്ഷ അനുഭവിക്കണം എന്നതായിരുന്നു ജനത്തിനെതിരെയുള്ള വിധി. ആ വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. അതാണ് സന്തോഷിക്കുവാനായിട്ടുള്ള ഒന്നാമത്തെ കാരണമായി പ്രവാചകൻ പറയുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം ശിക്ഷിക്കപ്പെട്ടത്. അവർ ശിക്ഷിക്കപ്പെടുവാൻ കാരണം അവരുടെ പാപമായിരുന്നു. ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഒരിക്കലും സന്തോഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പ്രവാചകൻ വിളിച്ചു പറയുന്നത് സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. എല്ലാവരും കേൾക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വാർത്തയാണ്, നിനക്കെതിരെയുള്ള ശിക്ഷാവിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പെസഹ കാലത്തിന്റെ ആഘോഷങ്ങളിലാണ്, സന്തോഷത്തിലാണ്. പാപത്തിന്റെ വേദനമായ മരണശിക്ഷയിൽ നിന്ന്, പാപത്തിന്റെ വേദനമായ മരണത്തിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു, നമുക്ക് വിശുദ്ധീകരണം ലഭിച്ചിരിക്കുന്നു. കർത്താവിന്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ ദാനമായ നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു. ഇത് പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ മേലുള്ള എല്ലാ ശിക്ഷാവിധികളും, കാരണം നമ്മളൊക്കെ പാപികളാണ്, നമ്മുടെ മേലുള്ള പാപം ചെയ്ത മനുഷ്യന്റെ മേലുള്ള ശിക്ഷാവിധി ദൈവം പിൻവലിച്ചിരിക്കുന്നു. കർത്താവ് ആ പാടുപീഡകൾ, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട്, ആ ശിക്ഷാവിധി ഏറ്റെടുത്തുകൊണ്ട് നമ്മെ പാപത്തിൽ നിന്നും വിശുദ്ധീകരിച്ചിരിക്കുന്നു. നമുക്ക് ശിക്ഷാവിധിയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒന്നാമതായിട്ട് സന്തോഷിക്കുവാനുള്ള കാരണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അധരം തുറന്ന് വിളിക്കട്ടെ, ഞങ്ങളുടെ ആനന്ദത്തിന് കാരണമായവനെ, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നവനെ, പാപത്തിന്റെ ശിക്ഷയിൽ ഞങ്ങൾക്ക് വിടുതൽ നൽകിയവനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നവനെ, ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നവനെ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആനന്ദിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം പാപം ചെയ്ത മനുഷ്യനെതിരെയുള്ള ശിക്ഷാവിധി ദൈവം പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ കാരണമായി പ്രവാചകൻ ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ ശത്രുക്കളെ ചിതറിക്കുന്ന ദൈവത്തിന്റെ ചിത്രമാണ്. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മുടെ ശത്രുക്കൾ? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. ലോകം, പിശാച്, ശരീരം, ഇത് മൂന്നുമാണ് നമ്മുടെ ശത്രുക്കൾ. ആദത്തിന് ഹവ്വയ്ക്കും പർദീത നഷ്ടമാകുവാൻ കാരണം പിശാചായിരുന്നു. ഈ ആദിമാതാപിതാക്കന്മാരെ പ്രലോഭനത്തിലേക്ക് നയിച്ചതും അവരെ കൊണ്ട് പാപം ചെയ്യിച്ചതും അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കാരണമായതും പിശാച. മനുഷ്യരെ തമ്മിൽ പരസ്പരം വെറുക്കുന്നവരും പരസ്പരം കൊല്ലുന്നവരുമാക്കിയത് പിശാച. അതുകൊണ്ട് പിശാച് എന്നും നമ്മുടെ ശത്രു തന്നെയാണ്. ശരീരം എങ്ങനെയാണ് നമ്മുടെ ശത്രുവാകുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശരീരം അതിൻ്റെ ദുർവാസനകളിലൂടെ നമ്മുടെ ശത്രുവായി മാറും. അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിന് നമ്മുടെ കണ്ണുകൾക്ക് ദുർവാസനയുണ്ട്. അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിന് നമ്മുടെ ചെവികൾക്ക് ദുർവാസനയുണ്ട്. പാപകരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് നമ്മുടെ ബുദ്ധിക്ക് ദുർവാസനയുണ്ട്. തിന്മയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നമ്മുടെ അധരങ്ങൾക്ക് ദുർവാസനയുണ്ട്. അതുപോലെ ദുഷ്പ്രവർത്തികൾ ചെയ്യുവാൻ നമ്മുടെ കരങ്ങൾക്കും തിന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമ്മുടെ പാദങ്ങൾക്കും ഒക്കെ ദുർവാസനയുണ്ട്. അങ്ങനെയെല്ലാം നമ്മുടെ ശരീരം നമുക്ക് തന്നെ ശത്രുവായി മാറുന്നു നമ്മുടെ ദുർവാസനകളിലൂടെ. പ്രിയപ്പെട്ടവരെ, ലോകം എങ്ങനെയാണ് നമ്മുടെ ശത്രുവായി തീരുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആഘോഷങ്ങളുടെയും ആർഭാടങ്ങളുടെയും ആകർഷണങ്ങളുടെയും ഒക്കെ ഇടമാണ് ലോകം. അനീതിയും അക്രമവും അഴിമതിയുമുള്ള ഇടമാണ് ലോകം. ചതിയും വഞ്ചനയും തട്ടിപ്പും എല്ലാ തരത്തിലുള്ള വെട്ടിപ്പും നടക്കുന്ന സ്ഥലമാണ് ലോകമെന്ന് പറയുന്നത്. അവിടെ ഈ ലോകത്തിൽ പലരുടെയും സന്തോഷത്തിന് ഭംഗം വന്നിട്ടുണ്ട്. സുഖലോലുപതയുടെ പിന്നാലെ പോയവരുണ്ട്. സുഖലോലുപത ലോകത്തിന്റെ പ്രതീകമാണ്. പണത്തിന് പിന്നാലെ പോയവരുണ്ട്. സന്തോഷം നഷ്ടപ്പെട്ടവരുണ്ട്. പണം ലോകത്തിന്റെ പ്രതീകമാണ്. അധികാരം ആഗ്രഹിക്കുന്നവരുണ്ട്. അധികാരം ലോകത്തിന്റെ പ്രതീകമാണ്. ആഡംബരങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം പലരെയും വഴിതെറ്റിച്ചിട്ടുണ്ട്, പലരെയും തിന്മയിലേക്ക് നയിച്ചിട്ടുണ്ട്. ലോകമോഹങ്ങളിൽ മുങ്ങിത്താഴുന്നവർക്കും ആഡംബര ഭ്രമങ്ങളിൽ മയങ്ങുന്നവർക്കും ജഡത്തിന്റെ സുഖലോലുപതയിൽ ജീവിക്കുന്നവർക്കും നഷ്ടമാകുന്നത് സ്വർഗമാണ്. അവർക്കൊരിക്കലും യഥാർത്ഥത്തിലുള്ള ആനന്ദം ആസ്വദിക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഫലമായ ആനന്ദം ആസ്വദിക്കണമെങ്കിൽ ലോകമെന്ന ശത്രുവിനെയും പിശാചെന്ന ശത്രുവിനെയും ശരീരമെന്ന ശത്രുവിനെയും നമ്മൾ തോൽപ്പിച്ചേ മതിയാകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് രണ്ടാമത്തെ കാരണം. ഈ ശത്രുക്കളെ കർത്താവ് തോൽപ്പിച്ചിരിക്കുന്നു. അത് നമുക്ക് സന്തോഷം നൽകുന്ന കാരണമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ആനന്ദത്തോടെ വിളിക്കട്ടെ. കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് വിളിക്കട്ടെ. ഈശോയേ. യേശുനാമത്തിന്റെ ശക്തി മനസ്സിലാക്കി വിളിക്കട്ടെ. ഈശോയേ. ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുന്നവന്റെ നാമം ഈശോയേ. പാപത്തെ കീഴടക്കുന്നവന്റെ നാമം ഈശോയേ. പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവന്റെ നാമം ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആനന്ദിക്കുവാൻ പ്രവാചകൻ വിളിച്ചു പറയുന്നതിന്റെ മൂന്നാമത്തെ കാരണം കർത്താവ് അവരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്.
കർത്താവിന്റെ സാന്നിധ്യം എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രവാചകൻ പറയുന്നു, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കുവാനായിട്ട് പ്രവാചകൻ ക്ഷണിക്കുകയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ശക്തിയും ബലവും എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. ശത്രുരാജ്യങ്ങൾ ഇസ്രായേൽ ജനതയെ ഭയപ്പെടാൻ കാരണവും അവരുടെ ഇടയിലുള്ള ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യമായിരുന്നു. അതുപോലെ സുവിശേഷങ്ങളിൽ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ എല്ലാ ജനങ്ങളും സന്തോഷിക്കുകയുണ്ടായി. കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുന്നതിലൂടെയാണ് നമ്മളിൽ ഓരോരുത്തരിലേക്കും കർത്താവിന്റെ സാന്നിധ്യം വന്നു ചേരുന്നത്. ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ സ്വർഗീയമായ ഒരു സന്തോഷം കൊണ്ടുവരും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ജെറുസലേമേ ആനന്ദിക്കുക എന്ന് പ്രവാചകൻ പറയുന്നതിൻ്റെ, നമ്മളെ സന്തോഷത്തിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ 4ാമത്തെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രവാചകൻ പറയുന്നു, നിങ്ങൾ ഇനിമേൽ ഒരനർത്ഥവും ഭയപ്പെടേണ്ടതില്ല. നമുക്കൊരുമിച്ച് പറയാം, നിങ്ങൾ ഇനിമേൽ ഒരനർത്ഥവും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഇനിമേൽ ഒരനർത്ഥവും ഭയപ്പെടേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഭയമില്ലാത്തതായിട്ട് ആരുമില്ല, അല്ലേ? ഭയമുള്ളവരുണ്ടോ? എല്ലാവർക്കും ഭയമുണ്ടല്ലോ. ഭയപ്പാടില്ലാത്തത് ആരുമില്ല. പ്രിയപ്പെട്ടവരെ, പലർക്കും ഭയപ്പാടുകൾക്കുള്ള കാരണങ്ങളൊക്കെ പലതാണ്. ഒരാൾക്കുണ്ടാകുന്ന ഭയത്തിന്റെ കാരണം മറ്റൊരാൾക്ക് ഭയകാരണമാകണമെന്നില്ല, അല്ലേ? ചിലർക്ക് അമ്മായിയമ്മയെ ഭയമായിരിക്കും, അതെല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ചില അമ്മായിയമ്മമാർക്ക് മരുമക്കളെ ഭയമായിരിക്കും, മക്കളെ ഭയമായിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നുണ്ടോ? ഇല്ല. യുദ്ധവീരനും അതീവ ധൈര്യശാലിയുമായിരുന്ന ഫ്രഞ്ച് മാർഷലായിരുന്നു ഫെർഡിനൻഡ് ഫോക്ക്. 1ാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭത്തിൽ ഫ്രഞ്ച് സൈനിക നിരയെ നയിച്ചത് അദ്ദേഹമായിരുന്നു, ഫെർഡിനൻഡ് ഫോക്കായിരുന്നു. പിന്നീട് അദ്ദേഹം സഖ്യകക്ഷികളുടെ കമാൻഡർ ഇൻ ചീഫായി ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സഖ്യകക്ഷികൾ ജർമ്മൻ സൈന്യത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയത്. യുദ്ധത്തിനിടയിൽ ചെറുപ്പക്കാരനായ ഒരു പട്ടാള ഓഫീസർ ഭയം മൂലം കിടുകിടാവിറച്ച് യുദ്ധരംഗത്ത് നിന്നും പിന്തിരിഞ്ഞോടി. ഇത് മനസ്സിലാക്കാനിടയായ ഒരു കേണൽ ആ പട്ടാള ഓഫീസറെ വിളിച്ചിട്ട് കഠിനമായിട്ട് ശകാരിച്ചു, കഠിനമായിട്ട് അയാളെ പിണങ്ങി. ഈ സംഭവം എങ്ങനെയോ ഫോക്കിന്റെ ചെവിയിലുമെത്തി, ഫെർഡിനൻഡ് ഫോക്കിന്റെ ചെവിയിലുമെത്തി. അദ്ദേഹം ആ പട്ടാള ഓഫീസറെ ശകാരിച്ച കേണലിനെ വിളിച്ചിട്ട് പറഞ്ഞു, വിഡ്ഢിയായ മനുഷ്യന് മാത്രമേ ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ഭയമില്ല എന്ന് വീമ്പിളക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ ചെറുപ്പക്കാരനോട് പോയി ക്ഷമ പറയുക. എല്ലാവർക്കും ഭയമുണ്ട്. ഭയം കൊണ്ടൊരാൾ ഓടിപ്പോയെന്നും പറഞ്ഞിട്ട് നമ്മളൊക്കെ ഭയമില്ലാത്തവരല്ല. അതുകൊണ്ട് വിഡ്ഢിയായൊരു മനുഷ്യന് മാത്രമേ അങ്ങനെ ഭയമില്ലെന്ന് വീമ്പിളക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്ഷമ ചോദിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഓരോരോ രീതിയിൽ പലതരത്തിലുള്ള ഭയത്തിനടിമകളാണ്. നമ്മൾ എത്ര ധൈര്യശാലികളാണെങ്കിൽ പോലും
നമ്മിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഭയങ്ങളൊക്കെ ഉണ്ട്. ഭയമുണ്ടെന്നിരിക്കും. നമുക്കെല്ലാവർക്കും എന്തിനെക്കുറിച്ചെങ്കിലുമുള്ള ആദിയും വ്യാധിയും ഭീതിയുമൊക്കെ ഉണ്ടാകുക സ്വാഭാവികം മാത്രമാണ്. അത് സാധാരണക്കാർക്ക് മാത്രമല്ല, പൊതുരംഗത്ത് വലിയ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർക്ക് പോലും പലപ്പോഴും അവരൊക്കെ അകാരണമായ ഭയത്തിന് അടിമകളാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും നമ്മൾ ഭയത്തെ വ്യാപിപ്പിക്കാറുണ്ട്. നമ്മുടെ എല്ലാ മേഖലകളിലേക്കും. ഒരാൾ വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അയാളുടെ ഭയം എന്താണ്? അതിനാവശ്യമായിട്ടുള്ള പൈസ ഉണ്ടാകുമോ, ലോൺ പാസ്സായി കിട്ടുമോ, ഇതൊക്കെ നമ്മുടെ ഭയങ്ങളാണ്, അല്ലേ? ഇനി ലോൺ പാസ്സായി കിട്ടി ആവശ്യത്തിന് പണമായി കഴിയുമ്പോൾ ഉള്ള ഭയം എന്താണ്? വീട് പണി തീർക്കാൻ പറ്റുമോ, അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ അത് തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയമുണ്ടാകും. ഇനി തീർക്കാൻ പറ്റിക്കഴിഞ്ഞാലും അതിനുള്ള പിന്നീട് ഇങ്ങനെ ഓരോരോ ഭയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി വീടിന് വിൽക്കേണ്ടി വരുമോ, കടബാധ്യത വരുമ്പോൾ വീട് വിൽക്കേണ്ടി വരുമോ? പലപ്പോഴും അങ്ങനെയാ സംഭവിക്കാറുള്ളത്. നല്ല വലിയ വീടുകളൊക്കെ വെച്ച് കടമെടുത്ത് അല്ലെങ്കിൽ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി വീടൊക്കെ പണിതിന് ശേഷം ഒരു കടബാധ്യത വരുമ്പോൾ വീട് വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഭയങ്ങൾ നമ്മൾ പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കാറുണ്ട്. ഒരാൾ കൃഷി ഇറക്കിയാൽ അയാളുടെ ഭയം എന്തായിരിക്കും? നമ്മുടെ കൃഷിയൊക്കെ പന്നി വന്ന് നശിപ്പിക്കുമോ എന്നൊരു ഭയമുണ്ടാകും, അല്ലേ? പേടിച്ചിട്ട് കൃഷി ഇറക്കുകയില്ല. അതുപോലെ പ്രതീക്ഷിക്കുന്ന വിളകൾ കിട്ടുമോ എന്നൊരു ഭയമുണ്ടാകും. ഇനി വിളകൾ കിട്ടിയാൽ മാർക്കറ്റിൽ വില കിട്ടുമോ? ഇതൊക്കെ നമ്മുടെ ഭയങ്ങളാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭയങ്ങളുണ്ടാകും. പരീക്ഷ എടുക്കാൻ നേരത്ത് അവരുടെ ഭയം എന്തായിരിക്കും? ഒരു പരീക്ഷാ ഭയം ഉണ്ടാകും, അല്ലേ? അതുപോലെ റിസൾട്ട് വരാൻ നേരത്ത് ജയിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ടാകും. ചിലരുടെ ഭയം എന്താണ്? ഫുൾ A+ കിട്ടുമോ എന്നുള്ള ഒരു ഭയം. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മളെ ബാധിക്കുന്ന ഭയങ്ങളാണ്. ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് അവർ ജയിക്കുമോ പാസ്സാകുമോ എന്ന ഭയം, ജോലി കിട്ടുമോ എന്നുള്ളൊരു ഭയം, വിസ കിട്ടുമോ, PR ലഭിക്കുമോ, ഇതൊക്കെ ഓരോരുത്തരുടെയും ഭയങ്ങളാണ്. ഇങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ഭയങ്ങൾ കടന്നു വരാറുണ്ട്. ചിലർ ഭയപ്പെടുന്ന അധികാരികളെയാണ്. അവരുടെ ഭാവിയെക്കുറിച്ചാണ് മറ്റു ചിലര് ഭയപ്പെടുന്നത്. നാളെ എന്തായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത്, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ആശങ്ക. അത് ബിസിനസ് മേഖലകളിലും തൊഴിൽ മേഖലകളിലും പഠന മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ഒക്കെയുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആകുലത. പ്രിയപ്പെട്ടവരെ, ഭൗതിക മേഖലകളിൽ നമുക്ക് ഭയമുള്ളതുപോലെ തന്നെ ആത്മീയ മേഖലകളും ഭയപ്പാടുകളുണ്ട്. ആത്മീയ മേഖലയിൽ ആഴപ്പെട്ടിരിക്കുന്ന ചിലർക്കുണ്ടാകുന്ന ഭയമാണ് ദൈവം കൂടെയില്ല എന്ന തോന്നൽ. പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കാതെ വരുമ്പോൾ ദൈവം കൂടെയുണ്ടോ, ദൈവമുണ്ടോ, ഇതൊക്കെ നമ്മുടെ ഭയങ്ങളാണ്. നീതിമാനായ ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഭയങ്ങളുണ്ട്. അയാളിപ്പോൾ നീതിമാനാണ്. ഭാവിയിൽ താൻ പാപം ചെയ്യുമോ എന്നുള്ളൊരു ഭയം, പാപത്തിൽ നിപതിക്കുമോ എന്നുള്ളൊരു ഭയം, തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ, തന്റെ ആത്മീയ ജീവിതം പരാജയപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ഭയങ്ങൾ നീതിമാനായ മനുഷ്യരെ വേട്ടയാടാറുണ്ട്. അതുപോലെ പാപിയായ ഒരു മനുഷ്യന്റെ ഭയമെന്ന് പറയുന്നത് നരകഭയമാണ്. താൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല, ദൈവം തന്റെ പാപം മോചിക്കില്ല, താൻ രക്ഷപ്പെടുകയില്ല, തന്റെ ഭാവി നരകത്തിലാണെന്ന് ഓർത്തുകൊണ്ട് ഭയപ്പെടുന്ന മനുഷ്യൻ. ഓർക്കുക, നരകഭയമുള്ളവർ ശുഭാപ്തി വിശ്വാസമില്ലാത്തവരാണ്. ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരാണ് അവരൊക്കെ. എല്ലാം കൈവിട്ടു പോയെന്ന ഭയം, താനിനി ഒരിക്കലും തന്റെ ജീവിതത്തിൽ നന്നാകുവാൻ പോകുന്നില്ല, തനിക്കൊരു തിരിച്ചുവരവുണ്ടാകില്ല, ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കുവാൻ പറ്റില്ലെന്ന് ചിന്തിച്ച് ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധത്താൽ മനസ്സിടിഞ്ഞു പോകുന്നവരുണ്ട്. ദൈവം ശിക്ഷിക്കുമെന്ന ഭയം മൂലം മനസ്സ് ദുർബലമാകുന്നവരുണ്ട്.
പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മുടെ ഭയം ഏതൊക്കെ രീതിയിലുള്ളതായാലും, അത് ആത്മീയമായാലും ഭൗതികമായാലും, അത് നമ്മെ കൂച്ചുവിലങ്ങിടുമെന്നതിൽ സംശയം വേണ്ട. അതുപോലെ ഈ ഭയം നമ്മെ നിർജീവരും നിസ്സഹായരുമാക്കും എന്നതിൽ പ്രിയപ്പെട്ടവരെ അത് തർക്കമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ജീവിതം തന്നെ തകർക്കുവാനായിട്ട് ഭയത്തിന് സാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, സഹനിയ പ്രവാചകൻ നൽകുന്ന ആശ്വാസവചനം ഇനിമേൽ നീ ഭയപ്പെടേണ്ട എന്നാണ്. കാരണം കർത്താവിന്റെ സാന്നിധ്യം അവരുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിലുള്ള കർത്താവ് എല്ലാ ഭയങ്ങളെയും അവരുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളയും. കർത്താവിന്റെ സാന്നിധ്യമുള്ള കുടുംബങ്ങളിൽ, കർത്താവിന്റെ സാന്നിധ്യമുള്ള വ്യക്തികളിൽ ഒരിക്കലും ഭയത്തിന് സ്ഥാനമുണ്ടാകുകയില്ല. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ബാധിക്കുന്ന 6 പ്രധാനപ്പെട്ട ഭയങ്ങളുണ്ട്. ഭയങ്ങളും ഫോബിയയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫോബിയ ചില മാനസിക വിഭ്രാന്തിയാണ്. ജലഭയം, വിഷഭയം, അഗ്നിഭയം, അല്ലെ, യാത്ര ചെയ്യാൻ ഭയം, അതൊക്കെ ഫോബിയാസാണ്. പക്ഷേ മനുഷ്യനെ ബാധിക്കുന്ന ഒത്തിരിയേറെ ഭയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 6 ഭയങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് മരണഭയമാണ്. മരിക്കുവാൻ ഭയമുണ്ടാവും. നമുക്ക് ഭയമില്ല, കാരണം നമ്മൾ മനുഷ്യരല്ലല്ലോ. മനുഷ്യരെ ബാധിക്കുന്ന 6 ഭയങ്ങളിലൊന്നാണ് മരണഭയം. നമ്മൾ കർത്താവിന്റെ കരങ്ങളിലാണ് മരിക്കുന്നത് ഓർത്തു കഴിഞ്ഞാൽ പിന്നെ ഭയത്തിന് സ്ഥാനമുണ്ട്. രണ്ടാമതായിട്ട് രോഗഭയം. രോഗം വന്നാലും ഭയമാണ്. സുഖപ്പെടുമോ എന്ന ഭയം. ഇനി ഒന്നുമില്ല എങ്കിൽ ഭാവിയിൽ രോഗം വന്നാലും, ഇതൊക്കെ ഭയമാണ്, രോഗഭയം. അതുപോലെ ദാരിദ്ര്യ ഭയമുള്ളവരുണ്ട്. ഇപ്പോൾ സമ്പത്തൊക്കെ ഉണ്ട്, ഭാവിയിൽ നഷ്ടപ്പെടുമോ, ദരിദ്രരായി മാറുമോ, ദാരിദ്ര്യ ഭയം. ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥ, ദാരിദ്ര്യം വരുമോ എന്നൊക്കെ ഉള്ളൊരു ദാരിദ്ര്യ ഭയം. മറ്റുള്ളവർക്ക് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ്. മാതാപിതാക്കന്മാർക്ക് ഉണ്ടാകുന്നൊരു ഭയം. മക്കൾക്ക് വിവാഹം കഴിഞ്ഞപ്പോൾ ഇനി മാതാപിതാക്കന്മാരുള്ള സ്നേഹത്തിന് കുറവ് സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം. അതുപോലെ 5ാമതായിട്ടുള്ള ഭയം എന്ന് പറയുന്നത് താൻ വിമർശിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം. അതുകൊണ്ട് പ്രായമായവരൊക്കെ എന്ത് ചെയ്യും? ഒരു പ്രായം കഴിയുമ്പോൾ അവരൊക്കെ മിണ്ടാതിരിക്കും. മക്കളുടെ മുമ്പിൽ പത്തിയൊക്കെ താത്തി ഇങ്ങനെ. ജീവിതകാലത്ത് പുലി പോലെ ജീവിച്ചവരൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ എന്ത് ചെയ്യും? പത്തിയൊക്കെ മടക്കി ഇരിക്കും, ഒന്നും പറയില്ല. കാരണം വിമർശിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം. അവസാനമായിട്ട് പ്രായമാകുമോ എന്ന ഭയം, വാർദ്ധക്യ ഭയം. പ്രായമായി കഴിയുമ്പോൾ ഒറ്റപ്പെടും, നിസ്സഹായ അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നല്ല ജീവിതകാലത്തൊക്കെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്തു വയസ്സായി കഴിയുമ്പോൾ, പ്രായമായി കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പഴയതുപോലെ ആരോഗ്യമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അതൊരു ഭയമാണ്. അങ്ങനെയുള്ള ഭയം ടീച്ചറിനുണ്ടോ? ഉണ്ടാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭയം എന്തു തന്നെയായാലും അവയിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ ശ്രമിച്ചേ മതിയാകും. അല്ലെങ്കിൽ ഭയം നമ്മെ കൊല്ലും. ഭയം നമ്മെ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ഭയത്തെ കൊല്ലുക, അതാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മെ ഭയത്തിൽ നിന്ന് മോചിക്കുക? എങ്ങനെയാണ് ഭയത്തിൽ നമുക്ക് മോചനം നേടുവാനായിട്ട് സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഭയത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള ഏറ്റവും വിശിഷ്ടമായ വഴിയെന്ന് പറയുന്നത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നാമെങ്കിൽ, അവിടുന്നറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ അറിവോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾക്ക് ഭയപ്പാടിന്റെ ആവശ്യമില്ല. ഭയപ്പെട്ടിട്ട് കാര്യമില്ല.
എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ അറിവോടുകൂടിയാണ്. ദൈവത്തിന്റെ അനന്തമായ പരിപാലനയിലാണ് നാം ജനിച്ചത്. അവിടുത്തെ പ്ലാൻ അനുസരിച്ചാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അകാരണമായ ആധികൾക്കും വ്യാധികൾക്കുമൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകുകയില്ല എന്നതാണ് സത്യം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ആത്മാവിൽ നിറഞ്ഞു വിളിക്കാം, ഞങ്ങളെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനെ, ഞങ്ങളുടെ മധ്യേ വസിക്കുന്നവനെ, ഞങ്ങളുടെ ആനന്ദത്തിന് കാരണമായവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തീച്ചൂളയിലെറിയപ്പെട്ട 3 യുവാക്കളുടെ കഥ നമുക്കറിയാവുന്നതാണ്. മരണഭയമില്ലാത്ത 3 യുവാക്കൾ. നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ സ്വർണ വിഗ്രഹത്തെ വണങ്ങാൻ വിസമ്മതിച്ചവരായിരുന്നു ആ 3 പേര്, ആ 3 യുവാക്കൾ. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. നെബൂഖദ്നേസർ ചോദിച്ചു, ഹേ ശദ്രാഖ്, മേശാഖ്, അബ്ദനെഗോ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയെറിഞ്ഞു കളയും. ഏതു ദേവൻ എന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ആ യുവാക്കൾ മറുപടി പറഞ്ഞു. 17-ാമത്തെ തിരുവചനം, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവരാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ 3 യുവാക്കൾ അവർ ഭയപ്പെടാതിരുന്നത് രാജാവിന്റെ ഉഗ്രകോപത്തെ മാത്രമല്ല, അതിനുമപ്പുറം തങ്ങളുടെ മരണത്തെ പോലും അവർ ഭയപ്പെട്ടില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രത്യാശ മുഴുവൻ തങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തിലായിരുന്നു. അവരുടെ നോട്ടം മുഴുവൻ എരിയുന്ന തീച്ചൂളയിലേക്കായിരുന്നില്ല. അവരുടെ നോക്കിയത് ആ തീച്ചൂളിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ചോദിച്ചോട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഭയപ്പാടിന്റെ തീച്ചൂളകൾ ഉയരുമ്പോൾ, നിന്റെ മരണഭയത്തിലേക്ക് എടുത്തെറിയുന്ന പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നീ നോക്കുന്നത് അല്ലെങ്കിൽ നീ കാണുന്നത് ആ തീച്ചൂളയിൽ നിന്നുയരുന്ന അഗ്നിനാളങ്ങളെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ആ തീനാളത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ ആയിരിക്കുമോ? അതിനൊക്കെ എവിടെ സമയം കിട്ടുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ യുവാക്കൾ മരണത്തെ ഭയപ്പെടാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചതിന്റെ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ, മരണഭയത്താൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ചില മനുഷ്യരുടെ ചരിത്രം സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ചരിത്രം ഇങ്ങനെയാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായ ഇസ്രായേൽ ജനം വലിയ കാലതാമസമില്ലാതെ കാനാൻ ദേശത്തിന്റെ അതിർത്തിയിലെത്തുകയാണ്. കാനാൻ ദേശം എങ്ങനെ കീഴടക്കണമെന്നറിയുന്നതിന് വേണ്ടി ആ ദേശത്തെ ഒറ്റുനോക്കാൻ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെയായി തിരഞ്ഞെടുത്ത് മോശ അവരെ അയക്കുന്നു.
അവർ 40 ദിവസങ്ങൾ കാനാൻ ദേശത്തിന്റെ മുക്കും മൂലയും പരിശോധിച്ച് അവിടെ താമസിക്കുകയും പിന്നീട് മടങ്ങിയെത്തുകയും ചെയ്തു. ആ മടങ്ങിയെത്തിയവരിൽ 10 പേർ പറഞ്ഞു. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് കഴിവില്ല. അവർ നമ്മേക്കാൾ ശക്തന്മാരാണ്. ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നവരാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർ. അനാക്കിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇവരുടെ വാക്കു കേട്ട ജനമുറക്കെ നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, അവരെ മരണഭയം ഗ്രസിച്ചു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നതല്ലേ നല്ലത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവർ ഈജിപ്തിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവർ മടങ്ങിപ്പോകുവാനായിട്ട് ആഗ്രഹിച്ചത്? കാരണം അവരുടെ ഉള്ളിൽ മരണഭയമുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടാൻ കാരണം? അവർ ഭയപ്പെടാൻ കാരണം വലിയ മല്ലന്മാരുടെ കരങ്ങളിൽ നിന്നും അവരുടെ കയ്യിലെ വാൾത്തലയിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടെന്ന കാര്യം അവർ വിസ്മരിച്ചു പോയി. കർത്താവിന്റെ സാന്നിധ്യമാണ് അവർ വിസ്മരിച്ചു പോയത്. അങ്ങനെ ദൈവ സാന്നിധ്യത്തെ മറക്കുകയും മനുഷ്യരെയും മരണത്തെയും ഭയപ്പെടുകയും ചെയ്തതിന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, അവർ ദൈവത്തിൽ ആശ്രയിക്കാതിരുന്നത് കൊണ്ടാണ് 40 വർഷങ്ങൾ അവർക്ക് ആ മരുഭൂമിയിൽ അലയേണ്ടി വന്നത്. മാത്രവുമല്ല, തങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ട എല്ലാവരും മരുഭൂമിയിൽ കിടന്നു തന്നെ മരിക്കുകയാണ്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ ജോഷുവായും കാലബും ഒഴിച്ച് 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരും തന്നെ പ്രിയപ്പെട്ടവരെ ആ വാഗ്ദാന ദേശത്ത് പ്രവേശിച്ചില്ല. ഇവിടെ ജോഷുവായും കാലബും ധീരതയോടെ പറഞ്ഞു. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരുകയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്കിരയാണ്. കർത്താവ് നമ്മോടുകൂടെയാണ്. നമ്മൾ അവരെ ഭയപ്പെടേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, മരണത്തെയും മല്ലന്മാരെയും അവർ ഭയപ്പെട്ടില്ല. അവർക്ക് ബലം കർത്താവിന്റെ സാന്നിധ്യമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് തത്വചിന്തകനും നിരീശ്വരവാദിയുമായിരുന്ന വോൾട്ടയർ ജീവിതകാലം മുഴുവൻ നിരീശ്വരവാദം പരസ്യമായി പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. മതങ്ങളെയെല്ലാം അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് വിമർശിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ മരണത്തോടടുത്തപ്പോൾ അയാൾ ഭയങ്കരമായി ഭയന്നു വിറച്ചുപോയി എന്നാണ് പറയുന്നത്. തന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനോട് അദ്ദേഹം കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, വോൾട്ടയർ പറഞ്ഞു, എന്റെ സമ്പാദ്യങ്ങളുടെ നേർപകുതി വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്റെ ജീവിതം 6 മാസത്തേക്കെങ്കിലും നീട്ടിത്തരണം. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ആയുസ് 6 മാസത്തേക്കെന്നല്ല 6 ആഴ്ചത്തേക്ക് പോലും നീട്ടാൻ പറ്റില്ല.
പ്രിയപ്പെട്ടവരെ, വോൾട്ടയർ നിരാശയോടെ പറഞ്ഞു, അപ്പോൾ ഞാൻ നരകത്തിൽ പോകുമല്ലേ. അങ്ങനെ അയാൾ നിരാശയോടെ മരിക്കുകയാണ്. അവന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ച്, അവന്റെ ബോധ്യങ്ങളെല്ലാം നശിച്ച്, മനസമാധാനം നഷ്ടപ്പെട്ട് അയാൾക്ക്, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. മരണസമയത്ത് പോലും അയാൾ ആശ്രയിച്ചത് ആ ഡോക്ടറിലാണ്. അയാൾ ചിന്തിച്ചത് നരകത്തെക്കുറിച്ചാണ്. അയാൾ ഒരിക്കലും സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. അവന്റെ തത്വചിന്തകൾക്കൊന്നും അവന്റെ മരണഭയത്തിൽ നിന്നും അവനെ കരകയറ്റുവാനായിട്ട് സാധിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ പ്രസിദ്ധ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡേ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് കുറെ പത്രപ്രവർത്തകർ അദ്ദേഹത്തെ കാണാനെത്തി. ഫാരഡേ അവരോട് സംസാരിക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ട് അവർ അദ്ദേഹത്തോട് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. മരണത്തെക്കുറിച്ച് അവർ ചോദിച്ചു, തന്റെ ഊഹം എന്താണെന്നാണ് ചോദിച്ചത്, സിദ്ധാന്തം എന്താണ്. ഫാരഡേ പറഞ്ഞു, മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും എനിക്ക് ഒരു ഊഹവുമില്ല. എനിക്കുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്റെ രക്ഷകനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നും ജീവിച്ചിരിക്കുന്നുവെന്നും എനിക്കറിയാം. അതുകൊണ്ട് അവിടുന്ന് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനും അവിടുത്തോടുകൂടി നിത്യമായി ജീവിക്കുമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, മരണക്കിടക്കയിലായിരുന്നിട്ടും ബോധ്യങ്ങൾക്ക് മങ്ങലേറ്റിട്ടില്ല, വിശ്വാസത്തിന് കോട്ടം തട്ടിയിട്ടില്ല. മരണഭയമില്ലാത്തവർക്ക് മാത്രമേ ഇങ്ങനെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഏറ്റുപറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2022 ജൂൺ 29 തന്റെ ആത്മീയ സാക്ഷ്യപത്രത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ കുറിച്ചു: എന്റെ സംസ്കാരം നടത്തേണ്ട ഇടത്തെക്കുറിച്ച് മാത്രം അന്ത്യാഭിലാഷം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പ തുടർന്നെഴുതി, ദൈവമേ, എന്നെ സ്നേഹിച്ചവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും ഉചിതമായ പ്രതിഫലം നൽകണമേ. എന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ കടന്നു പോകുന്ന പീഡകൾ ലോകസമാധാനത്തിനും ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യത്തിനും വേണ്ടി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരണത്തെ ഭയപ്പെടാത്ത ഒരു മനുഷ്യന്റെ വാക്കുകളാണിത്. തന്റെ മരണത്തെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ഭൗമിക ജീവിതാസ്തമയം അടുത്തെത്തിയിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുകയാൽ നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണനേരത്ത് നമ്മുടെ ഹൃദയം എന്തുകൊണ്ടാണ് നിറയുന്നത്? കടം മേടിച്ചവരൊക്കെ എന്റെ കാശ് തിരിച്ചു തരുമോ? അങ്ങനെ ആദ്യ കയറി മരിച്ചവർ പലരുമാണ്. മക്കളൊക്കെ വലിയ പണക്കാരാണ്, മക്കളൊക്കെ പറഞ്ഞ അപ്പാ വിട്ടുകള, ആദ്യ കയറി മരിച്ചു. വിട്ടുകളയുന്നത് എങ്ങനെയാ? അവരൊക്കെ പൈസ മേടിച്ചിട്ടുണ്ട്, അവരൊക്കെ തിരിച്ചു തരുമോ? ഇങ്ങനെ മരണഭയത്തോടുകൂടി ആദ്യ കയറി മരിച്ചവരുണ്ട്. മാർപ്പാപ്പ പറയുകയാണ്, നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ അതിശക്തമായ രോഗപീഠകളിലൂടെ കടന്നു പോകുമ്പോഴും തന്റെ 21ാമത്തെ വയസ്സു മുതൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗമില്ലാതെ ജീവിക്കേണ്ടി വന്നപ്പോഴും മരണത്തെ ഭയപ്പെടാതെയാണ് ആ മഹാമനസ്കനായ ആത്മീയ മനുഷ്യൻ ഈ ജീവിത സാഗരത്തിൽ നിന്നും നീന്തിക്കയറി മറുകരെ അണഞ്ഞത്. എല്ലാവർക്കും സ്വീകാര്യനായി, ആനന്ദത്തിന്റെ പ്രവാചകനായി, സൗമ്യ സാന്നിധ്യമായി, സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയിൽ
പ്രകാശഗോപുരമായി ജ്വലിച്ചു നിന്നത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദന പാഠം തന്നെയാണ്. മരണത്തെ ഭയപ്പെടാതെ മരണത്തെ തോൽപ്പിച്ച ഫ്രാൻസിസ് പാപ്പയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ മാർപ്പാപ്പായായിരുന്ന പത്രോസിനെ റോമൻ ഭരണാധികാരിയായിരുന്ന നീറോ ചക്രവർത്തി കുരിശിൽ തറച്ചു കൊല്ലുന്നതിന് വേണ്ടി കൽപ്പനയിട്ടപ്പോൾ പത്രോസ് അവരുടെ മുമ്പിൽ കൈവിരിച്ചു നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ക്രൂശിച്ചു കൊള്ളുക, പക്ഷേ എനിക്കൊരപേക്ഷയുണ്ട്. എന്റെ ഗുരുനാഥനായ ദൈവപുത്രനായ യേശു ക്രിസ്തു മരിച്ചതുപോലെ കുരിശിൽ തറച്ചു കൊല്ലപ്പെടുവാനുള്ള യോഗ്യത എനിക്കില്ലാത്തതിനാൽ നിങ്ങൾ എന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരാജയപ്പെട്ടത് പത്രോസ് ആയിരുന്നില്ല, മരണമായിരുന്നു. അവിടെ പരാജയപ്പെട്ടത് പത്രോസിന്റെ വിശ്വാസമായിരുന്നില്ല, മരണമെന്ന ശത്രുവാണ് പരാജയപ്പെട്ടത്. ക്രിസ്തുവിന്റെ ശക്തമായ സാന്നിധ്യം പത്രോസിന് മരണത്തിനും ആനന്ദം നൽകുന്ന സാന്നിധ്യമായിരുന്നു. ഭരണഭയമില്ലാത്ത ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഹൃദയം മുഴുവൻ ആനന്ദമായിരുന്നു. മരണഭയമില്ലാത്ത പത്രോസിന്റെ ഹൃദയം മുഴുവൻ ആനന്ദമായിരുന്നു. അതുപോലെ തന്നെ മരണഭയമില്ലാത്ത പൗലോസ്ലീഹായുടെ ഹൃദയം മുഴുവനും ആനന്ദമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മരണം കാത്തു വീട്ടുതടങ്കലിൽ കിടക്കുന്ന പൗലോസ്ലീഹ തന്റെ സഭാമക്കൾക്ക് ശക്തി പകർന്നുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ്: നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുക, നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം. തടങ്കലിൽ കിടന്ന് പിറുപിറുക്കുന്നവനായിരുന്നില്ല പൗലോസ്ലീഹ, പരാതി പറയുന്നവനായിരുന്നില്ല, വേദനിച്ച് ദുഃഖിക്കുന്നവനായിരുന്നില്ല പൗലോസ്. അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന് സന്തോഷിക്കുവാനായിട്ട് ആവശ്യത്തിന് കാരണമുണ്ടായിരുന്നു. ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ അതിങ്ങനെയാണ്: അത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അധികാരികൾക്കും തടങ്കലിനും സഹനത്തിനും മരണത്തിനുമൊന്നും പൗലോസ്ലീഹായെ ഭയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. തനിക്ക് വീണ് കിട്ടിയ അവസരങ്ങളെയെല്ലാം അദ്ദേഹം സന്തോഷമാക്കി മാറ്റി. തന്റെ മേൽ വന്നു ഭവിച്ച എല്ലാ വിപത്തുകളും അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം അവന്റെ എല്ലാ കാഴ്ചപ്പാടുകളും സന്തോഷത്തിന് കാരണം നൽകുന്നതായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഗാന്ധിജി എഴുതിയ ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണുന്നു: ഭൂമിയിൽ ഞാൻ ആരെയും ഭയപ്പെടുകയില്ല, ദൈവത്തെ മാത്രമേ ഞാൻ ഭയപ്പെടുകയുള്ളൂ. ആരെയും ഒന്നിനെയും ഭയപ്പെടാതെ ജീവിക്കുവാൻ ശ്രമിച്ചയാളാണ് ഗാന്ധിജി. ഗാന്ധിജിക്ക് ദൈവത്തെ മാത്രമേ ഭയമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഭയമെന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഭയമായിരുന്നില്ല. അത് ദൈവത്തോടുള്ള ഭക്തിയാദരവിന്റെ, ബഹുമാനത്തിന്റെ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഭയമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. നമ്മളൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഭീതികളിൽ നിന്നെല്ലാം നമ്മെ വിമുക്തരാക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് നമുക്കുറപ്പുള്ള വിശ്വാസമുണ്ടാകണം. നമ്മൾ മരണത്തെ ഒരിക്കലും ഭയപ്പെടേണ്ട. കാരണം മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. ഇനി മരണത്തിന് നമ്മെ കീഴടക്കുവാൻ കഴിയുകയില്ല.
മരണത്തെ തോൽപ്പിച്ച് കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവൻ നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഒരു കുഴിമാടത്തിനും ഇനി നിന്നെ പേടിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇനി മുതൽ കുഴിമാടം നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് തുറന്നു വെച്ച കവാടമാണ്. അതുകൊണ്ട് കുഴിമാടം നമുക്ക് സന്തോഷത്തിന്റെ കാരണമാണ്. ഇതാ നമുക്ക് വേണ്ടി കുഴിമാടത്തിന്റെ മുമ്പില് മരണഭയത്തിന്റെ കല്ലുകൾ ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിനി മരണത്തെ ഭയപ്പെടേണ്ട. മരണമാണെങ്കിലും രോഗമാണെങ്കിലും വാർദ്ധക്യമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും സഹനങ്ങളാണെങ്കിലും എല്ലാവരും നിന്നിൽ നിന്ന് ഓടിയകന്നാലും സർവരാലും നീ നിന്ദിക്കപ്പെട്ടാലും ഓർക്കുക, ദൈവം നിന്റെ മധ്യേയുണ്ട്. ഉദ്ധിതനായ യേശു നിന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിനി ഒന്നിനെയും ഭയപ്പെടേണ്ട. നമ്മൾ ഒന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ടതില്ല എന്ന സത്യം നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ ആനന്ദമായ, പരിശുദ്ധാത്മാവിന്റെ ഫലമായ ആനന്ദം നമ്മളിൽ നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടക്കാം. സെഫനിയ പ്രവാചകൻ നമ്മെ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് ക്ഷണിക്കുന്നു. പ്രവാചകൻ പറയുന്നു, നിനക്കെതിരെയുള്ള ശിക്ഷാവിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് നിന്റെ മധ്യേയുണ്ട്. അതിനാൽ ഇനിമേൽ നീ അനർത്ഥം ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. കാരണം ഈശോ നമ്മോട് കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നമുക്കൊരുമിച്ച് പറയാം, ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും, ഈശോ എല്ലാം നോക്കിക്കൊള്ളും, ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും, ഈശോ എല്ലാം നോക്കിക്കൊള്ളും, ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രവാചകൻ നമ്മെ ആനന്ദത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ആനന്ദിക്കുവാനായിട്ട് നിരവധി കാരണങ്ങളുണ്ട്. പുനരുത്ഥാനം ചെയ്ത യേശു നമ്മെ ആനന്ദത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു, മരണഭീതിയിൽ നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് നിരവധി കാരണങ്ങളുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലമായ ആനന്ദം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.